Scan the QR code for the IP channel and enjoy the channel. നാടറിയാൻ, നാട്ടുകൂട്ടം അറിയാൻ, നാട്ടാരെ അറിയാൻ, നാട്ടിലൂടെയുള്ള യാത്ര, നാട്ടുവിശേഷം പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കേരളക്കരയാകെ ചർച്ച ചെയ്യുന്ന ഒരു പഞ്ചായത്തുണ്ട് കേരളത്തിൽ, അതും സിംഗപ്പൂർ മോഡൽ. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നറിയണ്ടേ? കുന്നത്തുനാട് മണ്ഡലത്തിലെ കിഴക്കമ്പലത്താണ് ഈ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് നോക്കാം. കിഴക്കമ്പലത്തിലെ നേർക്കാഴ്ചകളുമായി നാട്ടുവിശേഷം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിലുള്ള ഒരു പാർട്ടിയുണ്ട്, കിഴക്കമ്പലത്ത് രൂപം കൊണ്ടതാണ്. അത് കിഴക്കമ്പലം പഞ്ചായത്തിൽ അധികാരമേൽക്കുന്നത് 2015 2015 തൊട്ട് ഇപ്പോൾ 2025 ആവുമ്പോൾ 10 വർഷ കാലയളവായി. ഇപ്പോൾ പറയുന്ന കുറേ വാഗ്വാദങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട്. ഇത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ യാത്ര നടത്തുന്നത്. നമുക്ക് നോക്കാം. കിഴക്കമ്പലം പഞ്ചായത്തിലെ 2011 ഈ ബിൽഡിങ് എൻ്റെ ശിലാസ്ഥാപനം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ VP സജീന്ദ്രൻ MLA അധ്യക്ഷതയിലാണ് ഈ ശിലാസ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതിനുശേഷം 2014 ഓഗസ്റ്റ് 25 ഈ ബിൽഡിങ് ഉദ്ഘാടനം ചെയ്യുന്നത്. അന്നത്തെ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിലും നമ്മുടെ അധ്യക്ഷൻ VP സജീന്ദ്രൻ MLA തന്നെയായിരുന്നു, മുൻ MLA ആണ്. അതുപോലെ തന്നെ ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സമ്പന്നരായ ആളുകളും ഒക്കെയാണ് ഈ ബിൽഡിംഗ് പണിതപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു 10 വർഷ കാലയളവിൽ മാത്രമല്ല ഇതിനു മുന്നേ ഈ കിഴക്കമ്പലം പഞ്ചായത്ത് ഓഫീസ് പണിതതാണ് എന്ന്. കിഴക്കമ്പലം പഞ്ചായത്തിനോട് തൊട്ടു ചേർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഹോമിയോ ഡിസ്പെൻസറി. സിംഗപ്പൂർ മോഡൽ എന്ന് പറയുമ്പോൾ നമുക്കിതൊക്കെ കാണാൻ കഴിയുന്നത് അത്യാധുനിക രീതിയിൽ പണിത ഒരു ഹോമിയോ ഡിസ്പെൻസറി ആകാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ കാണുന്നത് തുരുമ്പൊക്കെ വന്ന് നമുക്ക് ഒരു ഷീറ്റൊക്കെ ഇട്ട ഒരു രീതിയിലാണ് നമുക്കിവിടെ ഹോമിയോ ഡിസ്പെൻസറി നമുക്ക് കാണാൻ സാധിക്കുന്നത്. കിഴക്കമ്പലം പഞ്ചായത്തിനോട് തൊട്ടു പുറകിലായിട്ട് നമുക്കൊരു വെറ്റിനറി ഹോസ്പിറ്റൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ജീർണിച്ച് ഏകദേശം ഒരു കാലപ്പഴക്കം ചെന്ന നിലയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ ഈ പറയുന്ന സിംഗപ്പൂർ മോഡൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വെറ്റിനറി ഹോസ്പിറ്റലിനോട് തൊട്ട് ചേർന്ന് നമുക്കൊരു കൂട് മൃഗങ്ങളെയൊക്കെ കൊണ്ട് പരിപാലിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അതായത് പറയുന്ന വൃത്തി, അതായത് ശുചിത്വം നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു കാട് കയറി നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. കാടൊക്കെ കയറിയത് അലങ്കോലമായിട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. സിംഗപ്പൂരിൽ ഇതുപോലുള്ള കാഴ്ചകൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് വീണ്ടും പരിശോധിക്കാം മറ്റൊരു സ്ഥലത്തേക്ക്. ഈ സിംഗപ്പൂർ മോഡൽ എവിടെയാണ് പറയുന്നത് എന്ന് നമുക്ക് അങ്ങോട്ടേക്ക് സഞ്ചരിക്കാം. ഇതാണ് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവൻ. കൃഷിഭവനോട് ചേർന്ന് നമുക്ക് ടില്ലറുകൾ കാണാം. ഇത് വളരെ നശിച്ച അവസ്ഥയിലാണ്. അതായത് കൃഷിയിടങ്ങളിലോട്ട് ഇറങ്ങേണ്ട വണ്ടികളൊക്കെയാണിത്. പക്ഷേ ഇത് ജീർണിച്ച് ഒരു ഉപയോഗശൂന്യമായ രീതിയിലാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. കിഴക്കമ്പലത്തെത്തിയപ്പോൾ നമ്മളോട് കൂടെ നമ്മുടെ കിഴക്കമ്പലത്തെ ഒരു സ്വദേശി ജോർജ് കുട്ടി നമ്മളോട് ചേരുന്നുണ്ട്. ചേട്ടാ, നമുക്ക് ഇവിടെ കാണുന്ന ഈ കാഴ്ച ഇതെന്താ സംഭവം? ഇതൊരു പഞ്ചായത്തിന് അടുത്ത് വരുന്ന ഒരു ബിൽഡിംഗ് ആണല്ലോ. ഗവൺമെന്റിന്റെ പേരിലുള്ള ഒരു സ്കൂളാണ്. ഉള്ളത് പൊളിച്ചു കളഞ്ഞിട്ട് നല്ല മോഡൽ പണിയാൻ ഉള്ള പേരിൽ ഇവർ സ്കൂള് പണി തുടങ്ങിയതാണ്. വർഷങ്ങളായി ഇങ്ങനെയൊക്കെ എടുക്കുകയാണ്, കാട് പിടിച്ച്. ഇതുവരെ ഇതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ പോലും അനക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇവർ ചോദിക്കുമ്പോൾ പല നുണക്കഥകളാണ് പറയുന്നത്. ഈ സ്കൂളിങ്ങനെ പണിത് ഇട്ടതല്ലാതെ ഇതുവരെ ഇവിടുത്തെ ഭരണസമിതി ഇതിനെ ഉദ്ഘാടനം ചെയ്ത് ഇത് പിള്ളേരെ നല്ല രീതിയിൽ ആക്കാനതിന് വേണ്ടിയിട്ട് ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇതിങ്ങനെ അതായത് നമ്മളിപ്പോൾ 10 വർഷത്തെ ഭരണസമിതി നമ്മളോട്, അതായത് കൊച്ചു കുട്ടികളെ വരെ അവഗണിക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഒരു സിംഗപ്പൂർ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണോ ഇത്? അല്ല, ഇത് തീർച്ചയായിട്ടും സിംഗപ്പൂരും അല്ല, കേരള സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു പഞ്ചായത്ത് ഇവിടെ ഇല്ല. ഇങ്ങനത്തെ ഒരു മോഡൽ ഒരു പഞ്ചായത്ത് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മുടെ സിംഗപ്പൂർ നമ്മൾ എവിടെയാണെന്ന് നമുക്ക് ഇനിയും പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. ഈ പഞ്ചായത്തിൽ 32 കോടി രൂപ നീക്കിയിരിപ്പുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ബസ് സ്റ്റാൻഡൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ വെറും പാഴ്വാക്കാണ് എന്ന് മാത്രം. കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്
രണ്ട് അലങ്കാരമായ 2 ലൈറ്റുകളുണ്ട് ഇവിടെ. രണ്ടും പോകാൻ, അതായത് ഉരുണ്ട് വീഴാൻ പാകത്തിനാണ് ഇതെല്ലാം ഉള്ളത്. അതായത് വളഞ്ഞ് ഒക്കെയാണ് നമുക്കുള്ളത്. അതായത് നല്ല രീതിയിലൊന്നുമല്ല. അപ്പോൾ ഈ 32 കോടി എങ്ങനെയാണ് നീക്കിയിരിപ്പുള്ളത് എന്ന് നമുക്ക് ഈ ചിത്രങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ്. കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് ഇരിക്കാനായിട്ടൊരു ഇരിപ്പിടമുണ്ട് ഇവിടെ. അത് നമ്മുടെ സിംഗപ്പൂർ മോഡൽ എന്ന് പറയുന്നൊരു സംഭവമാണ്. തകര ഷീറ്റൊക്കെ പോവാറായിട്ട് തുരുമ്പിച്ച് ഒരു ചളങ്ങി, അല്ലെങ്കിൽ ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സിംഗപ്പൂർ കാണേണ്ട കാഴ്ച എന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. ഓരോ ദൃശ്യങ്ങളിലൂടെ നമുക്ക് സിംഗപ്പൂർ മോഡൽ എത്രത്തോളം ആയിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കിഴക്കമ്പലത്ത് കാലങ്ങളായി ഒരു നല്ലൊരു വെജിറ്റബിൾ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. അത് ഈ കഴിഞ്ഞ 10 വർഷ കാലയളവിലുള്ള ഭരണാധികാരികൾ പൊളിച്ചു മാറ്റിയിട്ട് നാളുകളേറെയായി. പക്ഷേ ഇവിടെ ഇതുവരെയും അതൊന്ന് വെജിറ്റബിൾ മാർക്കറ്റായി കാണുവാനോ ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിനെ ആശ്രയിച്ച് ധാരാളം ഓട്ടോ തൊഴിലാളികളും ഇവിടെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ഇപ്പോൾ ഇതൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ പണ്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉള്ളതായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. പഴയ മാർക്കറ്റ്. ഇപ്പം അതിന്റെ സ്ഥിതി എന്താണ്? 3.5 കൊല്ലം. അതായത് 3 കൊല്ലത്തിന് മുകളിലായി. അപ്പൊ അത് റീബിൽഡ് ചെയ്യുന്ന പറഞ്ഞാണ് അന്നത്തെ പഞ്ചായത്ത് അധികാരികൾ പൊളിച്ചു കളഞ്ഞത്. അതായത് ഇപ്പൊ ഈ 10 വർഷമായിട്ട് നമ്മൾ കാണുന്ന ഭരണാധികാരികൾ തന്നെയാണ് ഇത് പൊളിച്ചു മാറ്റിയത്. നമുക്ക് പിന്നീട് ഒരു കാഴ്ചകളൊന്നും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. വണ്ടികളിലെ പാർക്കിംഗ് ഏരിയ ആയിട്ട് മാറുകയാണ്. ആരും മേടിക്കുന്നില്ല. അതില്ല. കിഴക്കമ്പലം വെജിറ്റബിൾ മാർക്കറ്റ് പൊളിച്ചു കളഞ്ഞപ്പോൾ നമ്മൾക്ക് അതിന് ബാക്കിലായിട്ട് കാണാൻ പറ്റിയ ഒരു സംഭവമുണ്ട്. അതായത് രാത്രിയുടെ മറവിൽ മദ്യപാനികൾ പോലും മദ്യപാനികൾക്ക് അവസരം ഒരുക്കിക്കൊണ്ട് ഉള്ളൊരു താവളം ആണ് നമ്മൾ കാണാൻ സാധിച്ചത്. അപ്പം ഇവിടെ നമുക്കിപ്പോൾ കാഴ്ചയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഗ്ലാസ് ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ വെള്ളം അടിക്കുന്ന വേസ്റ്റ്, അത് കഴിച്ച സാധനങ്ങൾ ഇവിടെ വേസ്റ്റായിട്ട് കിടപ്പുണ്ട്. വെള്ളം, അങ്ങനെയൊക്കെയുള്ള ഈ പഞ്ചായത്തിൽ നമ്മൾ എവിടെയാണ് ഇങ്ങനെയൊരു മോഡൽ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ സിംഗപ്പൂർ എന്ന് നമ്മൾ സംശയാതീതമായി പറയുന്നൊരു സാഹചര്യമാണ് നമുക്കുള്ളത്. കിഴക്കമ്പലത്ത് വരുന്നവർക്കായി അവരുടെ പ്രാഥമിക കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനായി നിർമ്മിച്ച ഒരു ടോയ്ലറ്റ് സംവിധാനമാണ് നമ്മളെ കാണുന്നത്. ഇവിടെ അത് കാട് പിടിച്ച് കയറിയിട്ട് അത് ഉപയോഗശൂന്യമായ നിലയിലാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു കാഴ്ച വളരെ ശോചനീയമാണ്. കാട് പിടിച്ച്, അതുപോലെ തന്നെ ഇതെല്ലാം ഇങ്ങനെ എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലാണിത് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ചയിൽ നമുക്ക് വ്യക്തമാണ് ഈ പറയുന്ന മോഡലുകളൊന്നും നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല എന്നുള്ളത്. ഇതുവരെ നമ്മൾ കിഴക്കമ്പലത്ത് വന്നപ്പോൾ നമുക്കൊരു പുതിയ ബസ് സ്റ്റോപ്പ് കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മളിത് കാലങ്ങളായിട്ട് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഇല്ലായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളിതൊരു പുതിയ രീതിയിൽ പെട്ടെന്ന് പണി കഴിപ്പിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടാണ് ഇത് പണിത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താണ് ഇങ്ങനെ ഒരു സംഭവം ബസ് സ്റ്റോപ്പ്, അതായത് നമ്മൾ പെട്ടെന്ന് ഇത്രയും നല്ലൊരു സീറ്റ് പോലും ഇല്ല. നമ്മളത് എവിടെയൊന്നും ഇരിക്കുക, നമുക്കൊന്നും ഇരിക്കാൻ പറ്റൂല അല്ലേ? ഇരിക്കാൻ പറ്റൂല. ബസ് കാത്തിരിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ഇരിക്കാൻ പറ്റൂല. ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു എന്താണ് ഇങ്ങനെ ഒരു സംഭവം? നമ്മള് ഇവിടെ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഇവിടെ നല്ലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു. 2 ബസ് കടകളും അകത്തും പുറത്തും കടകളും, പിന്നെ ഇവിടെ വലിയൊരു മാർക്കറ്റായിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഈ കിഴക്കമ്പലം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധിയാർജിച്ച മാർക്കറ്റായിരുന്നു. കാരണം ഇവിടുന്ന് വെറ്റില കൃഷിക്കാർ വെറ്റില കൊണ്ടുവന്ന് ഇവിടുന്ന് വിറ്റ് ഇവിടെ വെച്ച് ലേലം ചെയ്യിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അങ്ങനെ ഒരു സുവർണ്ണ കാലഘട്ടത്തിലായിരുന്നു ഇതിൻ്റെ പ്രോഗ്രാം. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ ഇവിടെ മാർക്കറ്റ് കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു മാറ്റണം എന്നുള്ള ഒരു തീരുമാനവുമായി ഇവിടുത്തെ 2020 എന്ന് പറയുന്ന പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ വരികയും കടക്കാർക്കെല്ലാം നോട്ടീസ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ കടക്കാരെല്ലാം ചോദിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിന് കടയ്ക്ക് ഈ കെട്ടിടത്തിന് യാതൊരു കേടുമില്ല, ഇത് നല്ല ഉറപ്പുള്ള കെട്ടിടമാണെന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല. ആ സമ്മതിക്കാത്ത രീതിയിൽ ഇവിടുന്ന് കടക്കാരെ മുഴുവൻ ഒഴിവാക്കി. എല്ലാ കടക്കാരെയും അവരെ ഭീഷണിപ്പെടുത്തി കേസ് കൊടുത്തിട്ടും പല രീതിയിൽ സമ്മർദ്ദം ചെലുത്തി അവരിവിടുന്ന് ഒഴിപ്പിച്ചിട്ട് ഇവിടെ ഒരു വലിയ മാള്, മറ്റേ ലുലു മാൾ പോലെയുള്ള വലിയൊരു മാൾ പണിത് ഇവിടെ ആധുനിക മോഡലിൽ, സിംഗപ്പൂർ മോഡലിൽ നല്ലൊരു ഷോപ്പിംഗ് മാൾ പണിയാൻ ഉള്ള തീരുമാനത്തിലാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടുന്ന് മാറിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട രീതിയിലൊക്കെ
സഹായം ചെയ്യാം എന്ന് പറഞ്ഞ രീതിയിൽ അവർ മാറുക, അത് കേട്ട് അവർ മാറുകയും അവരിപ്പോൾ പലരും ആ കച്ചവടക്കാർ പലരും കടകരം നിർത്തിപ്പോയി. അവരെ ഉപജീവന മാർഗമായിരുന്നു, അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർ മാറി. സാധാരണക്കാരുടെ ഉപജീവനം പോലും മാറ്റിമറിക്കുന്ന രീതിയിലായിരുന്നു ആയിരുന്നു. ആ രീതിയിലായിരുന്നു അവരുടെ രീതി. നല്ല ആധുനിക രീതിയിൽ കൊണ്ടുപോയി നടന്നുകൊണ്ടിരുന്നപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുവന്നു, നല്ല ലാഭത്തോടു കൂടി കൊണ്ടു നടന്ന ഒരു കാർഷിക വിപണിയായിരുന്നു. അതായത് എറണാകുളം ജില്ലയിലെ നമ്പർ 1 ക്ലസ്റ്റർ ആയിരുന്നു ആ സ്ഥാപനം. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരിങ്ങനെ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിക്കണം, അവിടുന്ന് മാറ്റണം, ഞങ്ങൾക്ക് മാള് പണിയാനാണ് എന്നുള്ള രീതിയിൽ പറയുകയും ഇവർ ഈ കെട്ടിടങ്ങൾ പൊളിക്കുകയും ചെയ്തു. ഞങ്ങൾ ഇവിടുന്ന് മാറ്റിയിട്ട് ഇവർ കാർഷിക വിപണി ഞങ്ങൾ ഇതിനെ തകർത്ത് തരിപ്പണമാക്കി. ഇപ്പോൾ കാർഷിക വിപണി ഇവിടെ ഇല്ല, നല്ല രീതിയിലല്ല ഇവിടെ പ്രവർത്തിക്കുന്ന രീതിയിൽ. ഇവിടെ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം പോലും, അതായത് നമ്മളൊരു ബസ് സ്റ്റോപ്പാണിത്. അപ്പം അതിന് പോലും ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സീറ്റ് പോലും നമുക്കിവിടെ ഇല്ലാത്ത രീതിയിലാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഭരണം എത്രത്തോളം നമ്മൾ വിലയിരുത്തുന്ന ജനങ്ങളോട് നമുക്കൊന്ന് പറയാൻ സാധിക്കുന്ന രീതിയിലാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഭരണം ഈ കേരള സംസ്ഥാനത്ത് ഒരു പഞ്ചായത്തിലും ഇന്നേരം ഉണ്ടായിട്ടില്ല, എനിക്ക് ഉണ്ടാവും തോന്നുന്നില്ല. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമായിട്ട് അല്ലെങ്കിൽ പൊതുജനത്തിന് താല്പര്യമുള്ള കാര്യങ്ങൾ, പൊതുജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഭരണ സംവിധാനമാണ് കിഴക്കുമ്പലത്ത് നടക്കുന്നത്. എനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ധാരണയുമില്ല. കാരണം ആ രീതിയിലാണ്. കാരണം ഏതോ ആരുടെയോ ഒരു സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനം. അതായത് നമുക്ക് നിലവിൽ അങ്ങോട്ട് പറഞ്ഞു നോക്കിയാൽ സ്വേച്ഛാധിപതിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലാണ് തീർച്ചയായിട്ടും ഏകാധിപത്യം. ഇപ്പം നമ്മൾ ഇവിടെ കണ്ടിരുന്ന കാഴ്ചയും വ്യത്യസ്തമല്ല. നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ 16-ാം വാർഡ് മാളേക്കമോളം പഴങ്ങനാട് ആണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളവിടെ ചെന്നപ്പോൾ നമ്മളോട് കൂടെ നമ്മളവിടുത്തെ ഒരു സ്വദേശി സാബു പൈലി, അതായത് നമ്മളെ 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിനോട് സാമ്യമുള്ളൊരു പേരാണ് അല്ലേ? അപ്പം നമുക്ക് അവരുടെ ഒരു പ്രകടന പത്രിക ഉണ്ടായിരുന്നു സാബു എം ജേക്കബിൻ്റെ, കണ്ടിരുന്നു. അപ്പം അതിൽ പറയുന്നൊരു സംഭവമുണ്ട്. തോടുകൾക്ക് കരുത്തേക്ക് 75 കിലോമീറ്റർ കരിങ്കൽ ഭിത്തികൾ. നമ്മൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ എവിടെയും കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച, ഒരു സംഭവം ഇങ്ങനെ തോടിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അതിൽ കാണുന്നൊരു കാഴ്ച ഇതിങ്ങനെ കെട്ടി വൃത്തിയാക്കിയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമുക്കിവിടെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എന്താണ് നമ്മളൊരു പറയുന്ന കാഴ്ചപ്പാട്? 16-ാം വാർഡിൽ കരിങ്കൽ ഭിത്തി ഒരു തോടിനും കെട്ടിയിട്ടില്ല. അപ്പോൾ അതിൽ പറയുന്ന തോടുകൾക്ക് കരുത്തേക്ക് 75 കിലോമീറ്റർ കരിങ്കൽ ഭിത്തി എന്നാണ്. അപ്പോൾ നമുക്ക് ഏകദേശം കിഴക്കമ്പലത്ത് നമുക്ക് 75 കിലോമീറ്റർ എവിടം വരെ പോകാൻ പറ്റും? കിഴക്കമ്പലം പഞ്ചായത്തിലെ മുഴുവൻ തോടുകൾ എടുത്ത 75 കിലോമീറ്റർ നീളം ഉണ്ടാകുമെന്ന് സംശയമാണ്. അതിനകത്ത് നമ്മളിപ്പോൾ കാണുന്ന ഏതൊരു മെയിൻ തോടായി തോട് ഏകദേശം ഇത് കിഴക്കമ്പലം പഞ്ചായത്തിൽ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 5 കിലോമീറ്റർ ദൂരം ഒഴുകുന്നുണ്ട്. ഇതിനകത്ത് ഒരു സ്ഥലത്ത് പോലും കരിങ്കൽ ഭിത്തി കെട്ടിയിട്ടില്ല. കെട്ടിയ ഭാഗങ്ങളുണ്ട്. അത് ഇതിനു മുമ്പുള്ള പഞ്ചായത്ത് ഭരണസമിതികൾ ഏകദേശം 15-25 വർഷം മുമ്പ് കെട്ടിയ ഭാഗങ്ങൾ ആ പാലത്തിന് അപ്പുറത്ത് നമുക്ക് കുറച്ച് കാണാൻ കഴിയും. ഈ തോട് ആരംഭിക്കുന്നത് എടത്തല പഞ്ചായത്തിൽ നിന്നാണ്. എടത്തല പഞ്ചായത്തിൽ നിന്ന് ആരംഭിക്കുന്ന തോടാണ്. ഏകദേശം ഇവിടുന്ന് കാണുന്ന അടുത്ത പാലം കാളപ്പാലം എന്നറിയുന്ന പാലത്തിന് പകുതി തൊട്ടാണ് ഈ തോട് കിഴക്കമ്പലം പഞ്ചായത്തിൽ തുടങ്ങുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോയ ഏകദേശം 3-4 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് കടമ്പറയാറത്തും. തോട് വഴി നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്തും 2020 ഭരണസമിതി 2 സൈഡിലും കരിങ്കൽ ഭിത്തി കെട്ടിയിട്ടില്ല. അത് കാണിച്ചു തരാണെങ്കിൽ ഞാൻ സാബുവൻ ജേക്കബിന് എന്തു കൊടുക്കാനും തയ്യാറാണ്. ഈ തോടിന്റെ 2 സൈഡിലും കരിങ്കൽ ഭിത്തി ഈ 2020 ഭരണസമിതി കെട്ടിയതായിട്ട് കാണിച്ചു തന്നെ. ഒന്ന് കാണിച്ചു തന്നല്ലോ, ഇത് ഇവിടെ ചെയ്തേക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കാണിച്ചു തന്നല്ലോ. നമ്മളെ നാട്ടുവിശേഷം ഇന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കിഴക്കമ്പലത്തിന് നേർക്കാഴ്ചകളുമായിട്ടാണ്. ഞങ്ങൾ ഇതുവരെ യാത്ര ചെയ്തപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല ഒരു സിംഗപ്പൂർ മോഡൽ സംവിധാനങ്ങൾ കണ്ടിട്ടില്ല. നമ്മളിവിടെ വന്നപ്പോഴും കൃഷിയിടങ്ങളിലോട്ട് വന്നപ്പോഴും കാർഷിക മേഖലയ്ക്ക് ഉന്നമനം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴും നമ്മളിവിടെ വന്നപ്പോൾ കാർഷിക പാടങ്ങളൊക്കെ തരിശായി കിടക്കുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയത് 3 പൂവ് കൃഷി ചെയ്ത പാടശേഖരങ്ങളാണ്. 2016-17 കാലഘട്ടങ്ങളിൽ വരെ ഇവിടെ കൃഷി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ കൃഷിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കർഷകരെ സഹായിക്കുന്ന നിലപാടിൽ നിന്ന് മാറിയാണ് 2020 പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വെള്ളം തടഞ്ഞു നിർത്തി കൃഷിക്ക് ഉപയോഗിക്കാനായിട്ടൊരു ചീപ്പ് കൂടി ഉണ്ടായിരുന്നു. ആ ചീപ്പ് പൊളിച്ചു കളഞ്ഞു. അതിനുശേഷം കിടക്കുന്ന കോലമാണ് കിടക്കുന്നത്. ഇപ്പം നിലവിൽ 2 വർഷമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങി. ഇതുവരെയും ഒരു നടപടിയും എടുത്തിട്ടില്ല. നിങ്ങൾ കാണുക കമ്പി വരെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഇവിടെ സൈഡ് അടിച്ച കമ്പിയുടെ അവസ്ഥ വരെ ഇവിടെ കാണാൻ പറ്റും. കിടക്കുന്ന സാഹചര്യം കണ്ടോ? ഇതാണ് ഈ കാലഘട്ടം. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് പോലെ ഒരു നേർക്കാഴ്ച ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നമ്മൾ ഈ പറയുന്ന ഭരണ സംവിധാനത്തിലുള്ള ഒരു ബുക്ക്ലെറ്റ് അടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു പ്രകടന പത്രിക. അതിൽ പറയുന്ന ഒരു കാഴ്ചകളും ഞങ്ങൾ ഇതേവരെയും കണ്ടിട്ടില്ല. നമ്മൾക്ക് അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോകാം.
ഈ കാഴ്ച എവിടെയാണ് എന്ന് നോക്കിയിട്ട് കിഴക്കമ്പലത്തോട് ഞങ്ങൾ യാത്ര തുടരുമ്പോൾ ഞങ്ങൾ കണ്ടൊരു കാഴ്ച, കിഴക്കമ്പലത്തൊരു അംഗൻവാടിയുണ്ട്, മലയിടംതുരത്തുള്ള 88 നമ്പർ അംഗൻവാടി. ഈ അംഗൻവാടി ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. കുട്ടികളാണെങ്കിൽ ഒരു ഇടുങ്ങിയ വഴി മാത്രമാണ് ഈ അംഗൻവാടിയിലുള്ളൂ. റോഡ് നേരെ മുകളിൽ ഒരു ഇടുങ്ങിയ വഴിയാണ് ഇങ്ങോട്ടുള്ളൂ. അപ്പം ഈ പറയുന്ന 32 കോടിയുടെ വികസനം നടന്നു എന്ന് പറയുന്ന ഈ പഞ്ചായത്തിൽ ഇതൊക്കെ ഒരു നേർക്കാഴ്ച തന്നെയല്ലേ എന്നാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. നാട്ടുവിശേഷം കിഴക്കമ്പലത്തോടുള്ള യാത്ര നടത്തിയപ്പോൾ കിഴക്കമ്പലത്തിൻ്റെ 1-ാം വാർഡായ അമ്പുനാട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അമ്പുനാട്ടിൽ ഈ പറയുന്ന കാഴ്ചകൾ ഞങ്ങൾ കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അമ്പുനാട്ടിലെ സാറാമ്മ ചേച്ചി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, നമ്മൾ കിഴക്കമ്പലത്ത് ഒരു 10 വർഷമായി വലിയ രാഷ്ട്രീയ മുന്നണികളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പാർട്ടി അല്ലെങ്കിൽ ഭരണ സംവിധാനം നമുക്ക് വന്നിരിക്കുകയാണ്. 2020 എന്ന് പറയും, കോർപ്പറേറ്റ് സംവിധാനം കിഴക്കമ്പലത്ത് രൂപം കൊണ്ടതാണ്. അപ്പോൾ അവർ പറയുന്ന കുറേ കാര്യങ്ങൾ 10 വർഷമായിട്ട് അവർ വലിയ വികസനങ്ങൾ അല്ലെങ്കിൽ സിംഗപ്പൂർ മോഡലാണെന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അമ്പുനാട്ടിൽ വന്നപ്പോൾ നമ്മളിവിടെ പാടങ്ങളൊക്കെ പൂവണിയുന്ന ഒരു കാലമായിരുന്നു, നെൽക്കതിര് വരുന്നൊരു കാലമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അവരുടെ പ്രകടന പത്രികയിൽ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുമുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ആ സംഭവം തരിശായി കിടക്കുന്നതാണ് കാണുന്നത്. എന്താണ് നമുക്ക് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം പറഞ്ഞാൽ? ഇവിടെ ഇപ്പം പണിക്കാരെ കിട്ടാനില്ല, പിന്നെ ഈ ഭയങ്കര കൂലിച്ചെലവ് ഒക്കെ ആയിട്ട് കൃഷി ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. പിന്നെ 2020 വന്ന് പണ്ടൊക്കെ ഉഴുത് തരുമായിരുന്നു, ഈ തവണ ഉഴുവാനും വന്നില്ല. എന്താണ് ഈ 10 വർഷം കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ തോട് കെട്ടാനുണ്ട്. തോട് ഒരു 100 മീറ്റർ ആണ് തോട് കെട്ടാനുള്ളൂ, അത് അവിടെ ഇട്ടേക്കാണ്. അത് പല വർഷങ്ങളായി അത് പറയുന്നു അത് ചെയ്യാനായിട്ട്. കൃഷിയും കൊണ്ട് ജീവിക്കുന്നവരാണ് ഇവിടെ ഉള്ളവര്, കാർഷിക മേഖലയിലുള്ള ആളുകളാണ്. ഇത് ചെയ്യാൻ പറ്റണല്ലോ അതിനകത്തേക്ക്. ഞങ്ങൾ അമ്പുനാട് എത്തിയപ്പോൾ മറ്റൊരു ആൾ നമ്മളെ കൂടെ ചേരുകയുണ്ട്, നമ്മുടെ ജോസ് ചേട്ടാ. നമ്മൾ കിഴക്കമ്പലത്തെ ഒരു ഭരണകൂടം വന്നിട്ട് 10 വർഷമായി. അതായത് 2020 എന്ന് പറയുന്ന സംഭവം, അതായത് സിംഗപ്പൂർ മോഡലാക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവരുടെ പ്രകടന പത്രികയിൽ പാടങ്ങളൊക്കെ കതിരണിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ തോടുകളെല്ലാം നല്ല ആക്കുന്ന കുറേ കാഴ്ചകളുണ്ട്. ഞങ്ങളത് നാട്ടുവിശേഷം എന്ന പരിപാടിയിൽ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഒരു കാഴ്ചകളൊന്നും ഞങ്ങൾക്ക് കിഴക്കമ്പലത്ത് കാണാൻ സാധിച്ചില്ല. ഇപ്പോൾ ഞങ്ങൾ അമ്പുനാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു കാഴ്ചകളെ കാണുന്നില്ല. ഇവിടുത്തെ ഒരു സ്വദേശി നിലയ്ക്ക് എന്തൊക്കെയാണ് ആ ഒരു ഇതിനോട് പറയാനുള്ളത്? ഇവിടെ ഈ 2020 എന്ന് പറഞ്ഞ രാഷ്ട്രീയ സംഘടന വലിയൊരു ഏകാധിപതി ഇവിടെ ഭരണം തുടങ്ങിയിട്ട് ഇത് 10ാമത്തെ വർഷം. ഈ 10 വർഷത്തിനുള്ളിൽ ഇന്നലെ ഞാനൊരു സാധനം കണ്ടായിരുന്നു, ഒരു വലിയ വേറെ ഒരു മാഗസിൻ പോലെ പ്രകടന പത്രിക. അതിനകത്ത് അയാൾ പറഞ്ഞിരിക്കുന്നതും അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യവും നിങ്ങൾക്കിപ്പോൾ പരസ്യമായിട്ടാണ്. ഇത് 3 പൂ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്, മനസ്സിലായി? അമ്പുനാട് എന്ന് പറയുന്ന പഴയ 1-ാം വാർഡ്, ഇപ്പോൾ ഇത് 2-ാം വാർഡിൻ്റെ ഭാഗമായി. നമുക്ക് ഒരു കാര്യം, നമുക്ക് ആ പ്രകടന പത്രിക ഒന്ന് നോക്കിയാലോ? ചേട്ടൻ പറഞ്ഞ ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട്. അതാണ് നമ്മളെ സാബുവും ചേക്കപ്പ് പറയുന്ന പ്രകടന പത്രിക. അതെ, ഈ സാധനത്തിനകത്ത് ഇതിനകത്ത് രാഷ്ട്രീയം ഞങ്ങൾക്ക് കച്ചവടമല്ല, ഭരണം ഞങ്ങൾക്ക് വരുമാന മാർഗമല്ല എന്ന് പറയുന്ന രാഷ്ട്രീയം ഞങ്ങൾക്ക് കച്ചവടമല്ല, ഭരണം ഞങ്ങൾക്ക് വരുമാന മാർഗം. ഈ ഭരണം ഞങ്ങൾക്ക് വരുമാനമല്ല എന്ന് പറയുന്ന സാബു നേതൃത്വം കൊടുക്കുന്ന 2020 എന്ന് പറയുന്ന ഭരണം കിഴക്കമ്പലം പഞ്ചായത്ത് മാത്രമല്ല, എങ്ങനെ ഈ 32 കോടി രൂപ ബാലൻസ് വന്നു എന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ? അതെ, അത് തന്നെയാണ് ഞങ്ങളും ചോദിക്കുക. ഞങ്ങളിപ്പോൾ നേർക്കാഴ്ചയിൽ കണ്ട കുറേ കാര്യങ്ങൾ ഇവിടെ ഒരു സംഭവം നടന്നിട്ടില്ല. നടക്കാത്ത പൈസയുടെ ഡെപ്പോസിറ്റ് ഉണ്ട്. അതിന് ഞാൻ ഇനി ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ പാടശേഖരം 3 പൂ കൃഷി ചെയ്യുന്നതാണ്. അതെ, ഞങ്ങൾ ഈ തവണ വരയ്ക്കാൻ ഞാൻ എന്താ നോക്കാൻ പറഞ്ഞ എന്താണെന്നറിയോ? ഇത് ആ ഭവനത്തിനകത്ത് വിത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ട് അതിൻ്റെ ഫോട്ടോ കൊടുത്തുകൊണ്ട് വെക്കുക. ഈ പൂ വിതയ്ക്കാനായിട്ട് ഞങ്ങൾ സെപ്റ്റംബറിൽ വിതയ്ക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ കൃഷിഭവനിൽ അപേക്ഷ കൊടുത്താണ് 25 ഏക്കർ സ്ഥലത്തേക്ക്. ആ വിത്ത് അവിടെ കൊണ്ടുവച്ചേക്കണം. കൃഷിഭവനിൽ ഞങ്ങൾ ചെന്നപ്പോൾ കണ്ട കാഴ്ച, കൃഷിഭവനിൽ അവിടുത്തെ ട്രാക്ടർ, ടില്ലർ ഒക്കെ ഉപയോഗശൂന്യമായിട്ട് തുരുമ്പെടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. കൊയ്ത്ത് യന്ത്രങ്ങൾ പോലും തുരുമ്പെടുത്ത് നശിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാഴ്ച. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പം ഇത് വരമ്പ് വടിയേണ്ടതാണ്. ഞാൻ 3 ഏക്കർ സ്ഥലം എടുത്ത് പാട്ടത്തിന് കൃഷി ചെയ്യണതാണ്. എനിക്ക് 1 ഏക്കർ സ്ഥലമുണ്ട്, മനസ്സിലായി? ഈ ഒരു തോടുണ്ട്,
ആ തോടിൻ്റെ കരയ്ക്കാണ് ഈ വെള്ളം നീരൊഴുക്ക് ഉണ്ടാകാനും വെള്ളം നമുക്ക് കൃഷി ആവശ്യത്തിനും തന്നെയല്ല സാർ. ഇപ്പം ഇതിനകത്തേക്ക് നമുക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല. ഞാൻ എൻ്റെ പശുവിനെ കൊണ്ട് കെട്ടിയിട്ട് തന്നെ വഴിയാണ്. ഇറങ്ങാൻ നിവൃത്തിയില്ല. നീരൊഴുക്കുണ്ടെന്നുണ്ടെങ്കിലാണ് ഈ പ്രദേശം മുഴുവൻ കുടിവെള്ളം ഉണ്ടാവുള്ളൂ, കുടിവെള്ളം ശുദ്ധീകരിച്ചു വരുള്ളൂ. ഇതിനകത്ത് ഈ തോട്ടുവരമ്പ കിടന്ന് നടക്കാൻ കാലത്ത് നടക്കാൻ എന്തോരം ജനങ്ങളെ വന്നുകൊണ്ടിരുന്നറിയോ. ഇപ്പം ഇതിനകത്ത് കിടന്ന് നടക്കാൻ പാടില്ല, പാമ്പ് കയറിയിട്ട് പാമ്പ് എടുത്തിട്ട്. അതുപോലെ അത് ഇവിടെ 10 വർഷമായി ഇദ്ദേഹം ഭരിക്കുന്നു, ബാങ്കിൽ കാശ് കിടപ്പുണ്ടെന്നു. ഇവിടെ ഒരു 25-30 മീറ്റർ കെട്ടിയാൽ മതി ഇതുപോലെ. അവിടെ കെട്ടി നിർത്തിയേക്കാം. 50 മീറ്ററിൻ്റെ അടുത്തുണ്ടാവും. അങ്ങോട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ സുഗമമായിട്ട് വെള്ളം ഒഴുകിപ്പിക്കും. ഞങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്യുന്നതിനോ യാതൊരു വിധ തടസ്സം ഉണ്ടാവില്ല. കാർഷിക മേഖലയ്ക്ക് ഉന്നമനം കൊടുക്കുന്ന ഒരു ഭരണവർഗമാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യത്തിലൂടെ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചേക്കണത് മഹാത്മാഗാന്ധി പറഞ്ഞു, നിങ്ങൾ ഗ്രാമത്തിലേക്ക് ചെല്ലും. ഗ്രാമങ്ങളിലൂടെയാണ്. ഗ്രാമങ്ങൾ അതായത് ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്ന ഗ്രാമങ്ങളിലാണ്, കർഷകരിലാണ്. അതുകൊണ്ടാണ് അന്ന് സ്വാതന്ത്ര്യ സമരത്തിന് പറഞ്ഞ ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള മുദ്രാവാക്യം. അപ്പോൾ നമുക്കിവിടെ നിന്ന് നമ്മൾ വ്യക്തമാകുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ഈ 10 വർഷ കാലയളവിലും ഇവിടെ യാതൊരു വികസനവും നടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് പറയാം 32 കോടിയല്ല 40-50 കോടിയും കിഴക്കമ്പലത്തിൻ്റെ ബാങ്കിൽ ഡിപ്പോസിറ്റ് സുരക്ഷിതമാണ് എന്ന്. നാട്ടുവിശേഷത്തിൽ ഞങ്ങൾ എത്തി നിൽക്കുന്നത് കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ അമ്പനാട് എടത്തിക്കാട് മേഖലയിലെ ജാറൻ റോഡാണ്. നമ്മൾ കിഴക്കമ്പലത്ത് കൂടി യാത്ര ചെയ്തപ്പോൾ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി, അല്ലെങ്കിൽ പറഞ്ഞ് കേൾക്കുകയുണ്ടായി. കിഴക്കമ്പലം കേരളത്തിൻ്റെ സിംഗപ്പൂർ മോഡലാണ് എന്നത്. പക്ഷേ നമ്മൾ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല ഈ സിംഗപ്പൂർ മോഡൽ എന്താണ് എന്ന്. ഞങ്ങൾ ചോദിക്കുകയാണ്. ഈ മുജീബിക്ക, നമുക്ക് കിഴക്കമ്പലത്ത് ഞങ്ങൾ ഇപ്പോൾ അമ്പനാട്ടിൽ ഞങ്ങളെത്തി. അമ്പനാട്ടിൽ വന്നപ്പോഴും സ്ഥിതി വ്യത്യാസമാകുന്നില്ല. റോഡുകളൊക്കെ കുളമാകുന്ന രീതിയിലല്ല. റോഡ് 2 വശവും ഇങ്ങനെ കാന കയറി അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. ഒരു വഴി അല്ലെങ്കിൽ ഒരു വാഹനം ഇതിൽ പോകുമ്പോൾ ഒരു സൈഡ് കൊടുക്കാൻ പോലും സ്ഥലമില്ല. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾ വണ്ടി കൊണ്ട് പോകുമ്പോൾ 10 വർഷമായിട്ട് 2 വീലർ കൊണ്ട് പോകുന്നവർക്ക് ഒരു പോകാൻ പറ്റാത്ത കോലത്തിലാണ്. ഒരു കുഴിയിൽ നിന്ന് മറ്റേ കുഴിയിലേക്കാണ് വണ്ടി എടുത്ത് ചാടുന്നത്. അങ്ങനെ ചാടി 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 ഞങ്ങളുടെ വണ്ടികളുടെ ഞെട്ടും ബോൾട്ടുകളെല്ലാം തന്നെ തകർന്നു. എല്ലാവരുടെയും സ്ഥിതി ഇതാണ്. അതുപോലെ തന്നെ നമ്മളൊരു ബാക്കിൽ ഒരാൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയണത്. ഞാനൊരു വയസ്സായ ഒരു ആളെൻ്റെ പുറകിൽ കൈ കാണിച്ച് വണ്ടിയിൽ കയറി. അങ്ങനെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞാനും അയാളോടുകൂടി ഒരു കുഴിയിലേക്ക് ചാടിയ സംഭവമാണ്. എന്നിട്ട് അദ്ദേഹം അയ്യോ എന്നും പറഞ്ഞ് അയാൾ കിടക്കണ കണ്ടപ്പോൾ എനിക്ക് തന്നെ വല്ലാത്ത വിഷമമായി. ഞാൻ കയറ്റിയതും ഇതായി പോയല്ലോ എന്നുള്ള വിഷമത്തിലാണ്. അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ഈ പറയുന്ന 10 വർഷ കാലയളവിൽ മാറ്റങ്ങൾ കൊണ്ടുവരും നാഴിക നാപ്പോട്ടം പറയുന്ന ഒരു ഭരണസമിതി ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് നമുക്ക് പറയാം 2020 എന്നത്. പക്ഷേ ഇതുവരെയായിട്ടും ആ ഒരു മാറ്റം നമ്മൾ കിഴക്കമ്പലത്ത് കാണുന്നില്ല, അല്ലെങ്കിൽ കിഴക്കമ്പലത്തിൻ്റെ വാർഡുകളിൽ, കിഴക്കമ്പലത്തെ ഉൾഗ്രാമങ്ങളിൽ ഇതൊന്നും കാണുന്നില്ല. അദ്ദേഹത്തിന് ഇഷ്ടം തോന്നുന്ന വാർഡുകളിൽ ചെയ്യണില്ല എന്നല്ല. പക്ഷേ 1-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞു പോയതിൻ്റെ പേരിലാണോ എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഒരു പഞ്ചായത്ത് ഭരണസമിതി എന്ന് വെച്ചാൽ അവർ ഒരു വോട്ട് കുറവാണോ അല്ലെങ്കിൽ കൂടുതലാണോ, അല്ലെങ്കിൽ ഞാൻ പോകുന്ന ഞങ്ങൾക്ക് സപ്പോർട്ടില്ലാത്ത ഒരു പ്രദേശമാണോ, അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ഒരിക്കലും ഒരു പഞ്ചായത്ത് ഭരണസമിതി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യണില്ല, മറ്റൊരു പഞ്ചായത്ത് പോലും അങ്ങനെ ചെയ്യണില്ല. പക്ഷെ ഇവിടെ തിരിച്ച് ഞങ്ങളുടെ ഈ വാർഡിൽ വളരെ മോശമായ രൂപത്തിലാണ്. എത്ര നാളായെന്നറിയാവോ ഞങ്ങൾ ഇതിലെ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഒരു ചെറിയവനായാലും വലിയവനായാലും ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നടക്കാൻ പോലും പറ്റൂല. അവര് ഭയങ്കര മാനസികമായ ഇതിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടാരെ അറിഞ്ഞ, നാട്ടുകൂട്ടം അറിഞ്ഞ നാട്ടിലൂടെയുള്ള യാത്ര കിഴക്കമ്പലത്ത് നിന്നും പൂർണ്ണമാകുകയാണ്.